ജില്ലയിലെ ബാങ്കുകളിൽ ഡിസംബർ പാദത്തിൽ 52,403 കോടി രൂപയുടെ നിക്ഷേപം ഉണ്ടായതായി ജില്ലാതല ബാങ്കിംഗ് അവലോകന സമിതി യോഗം വിലയിരുത്തി. മലപ്പുറം റൂബി ലോഞ്ചിൽ വെച്ചായിരുന്നു യോഗം. പി ഉബൈദുള്ള MLA അവലോകന യോഗം ഉദ്ഘാടനം ചെയ്തു. പ്രവാസി നിക്ഷേപം കൂടുതലുള്ള മലപ്പുറത്ത് അവർക്ക് കൂട്ടായി സംരംഭം തുടങ്ങാനുള്ള പദ്ധതികൾക്ക് ബാങ്കുകൾ മുൻകൈയെടുക്കണമെന്ന് MLA പറഞ്ഞു. നിക്ഷേപത്തിന്റെ കാര്യത്തിൽ നമ്മൾ മറ്റു ജില്ലകളുടെ മുമ്പിൽ ആണ് എന്നാണ് എൻ്റെ ഒരു ധാരണ. അത് ശരിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. പ്രവാസി നിക്ഷേപത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ ജില്ലയാണ് മുന്നിട്ട് നിൽക്കുന്നത്. പ്രവാസി നിക്ഷേപം ഇടക്കാലത്ത് അവിടെ പ്രവാസ ലോകത്തൊക്കെ ഉണ്ടായിട്ടുള്ള ചില പ്രാദേശിക സ്വദേശിവൽക്കരണത്തിൻ്റെ ഭാഗമായി കുറഞ്ഞൊരു കുറവുണ്ടായെങ്കിൽ പോലും ഇപ്പോഴും വലിയൊരു വ്യത്യാസമില്ലാതെ അത് നിലനിൽക്കുകയാണ്. ഇപ്പോൾ ലോകത്ത് ഒരു യുദ്ധത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് പെട്ടെന്ന് അവസാനിച്ചില്ലെങ്കിൽ ഇനി പ്രവാസികളുടെ ഡെപ്പോസിറ്റിലൊക്കെ കുറവ് വരാൻ സാധ്യത നമ്മൾ കാണുന്നുണ്ട്. പെട്ടെന്ന് സമാധാനം പുനഃസ്ഥാപിക്കാൻ നമുക്കൊക്കെ പ്രാർത്ഥിക്കാം എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. അപ്പോൾ പ്രവാസികളുടെ നിക്ഷേപം ധാരാളമുള്ള നമ്മുടെ ജില്ലയിൽ പ്രവാസികൾക്ക് സംരംഭങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അതിനുവേണ്ടി മാത്രമുള്ള അഡ്വാൻസ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടോ എന്ന കാര്യം ഒരു പരിശോധന നടത്തണം. പ്രവാസികൾക്ക് ഒരു പക്ഷേ ഇൻഡിവിജ്വലായിട്ട് വായ്പ കൊടുക്കുന്നതാണ്. എന്നാൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് തിരിച്ചെത്തിയിട്ടുള്ള പ്രവാസികൾ അവർക്ക് കൂട്ടായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി ഏതൊക്കെ രീതിയിൽ നമുക്ക് ബാങ്കുകൾക്ക് അവരെ സഹായിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചൊരു ആലോചന നടത്തുന്നത് നല്ലതാണ്. ബാങ്കുകളൊക്കെ പ്രവാസി സംഘടനാ പ്രതികളുമായി അവരെ കൂടി വിളിച്ചു ചേർത്ത് അവർക്ക് ഇന്ന പദ്ധതികളൊക്കെ തുടങ്ങാൻ ബാങ്കുകൾ അഡ്വാൻസ് ചെയ്യാൻ തയ്യാറാണ് എന്ന് അവരെ അറിയിക്കാൻ, അങ്ങനെ അവർക്ക് കൂടി താല്പര്യമുള്ള മേഖലയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനൊക്കെയുള്ള ഒരു സംവിധാനത്തെക്കുറിച്ച് കൂടി നമുക്ക് ആലോചിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കഴിഞ്ഞ പാദമായ സെപ്റ്റംബറിൽ 46,607 കോടിയായിരുന്നു ജില്ലയിലെ നിക്ഷേപം. ജില്ലയിലെ ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് നിരക്ക് 67.11%. വാർഷിക ക്രെഡിറ്റ് പ്ലാൻ പ്രകാരം ഈ പാദത്തിലെ മലപ്പുറം ജില്ലയുടെ മുൻഗണനാ മേഖലയുടെ നേട്ടം 87%. കിസാൻ ക്രെഡിറ്റ് കാർഡ് പരമാവധി ഉപഭോക്താക്കളിലെത്തിക്കാൻ ശ്രമിക്കണമെന്നും യോഗം നിർദ്ദേശിച്ചു. വിവിധ ഭാരവാഹികളായ അഞ്ജനാദേവ്, അഖിൽ, പുലി സായി കൃഷ്ണ, മുഹമ്മദ് റിയാസ്, ബാങ്ക് പ്രതിനിധികൾ, വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.